നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വരാനിരിക്കുന്ന PSC പരീക്ഷകൾക്ക് എഴുതുന്നവർക്കായി പ്രധാനപ്പെട്ട മുൻവർഷ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇന്ത്യയിൽ സൈക്കിൾ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്, ലുധിയാന. ദേവി ചന്ദ്രഗുപ്ത എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ഓപ്ഷൻ എ ആണ്, വിശാഖദത്തൻ. ആധുനിക തിരുവിതാംകൂർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രാജാവ് ധർമ്മരാജാവാണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. അജന്ത എല്ലോറ ഗുഹകൾ ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്രയാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അൽമാട്ടി ഡാം ഏത് നദിക്ക്? ഓപ്ഷൻ ഡി ആണ്, കൃഷ്ണ. അടുത്ത ക്വസ്റ്റ്യൻ, 2015 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് പുതുശ്ശേരി രാമചന്ദ്രനാണ്. 2025 KG ശങ്കരപ്പിള്ളയ്ക്കാണ്. ഗാന പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് മഹാദേവ് ദേശായി. ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് മഹാദേവ് ദേശായി. ₹1 ഒഴികെയുള്ള മറ്റെല്ലാ നോട്ടുകളിലും ഒപ്പിടുന്നത് റിസർവ് ബാങ്ക് ഗവർണറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സുമിത്ര മഹാജൻ എത്രാമത്തെ ലോകസഭാ സ്പീക്കറാണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്, 16ാമത്തെയാണ്. നിലവിലെ ലോകസഭാ സ്പീക്കർ ഓം ബിർളയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത്? ഓപ്ഷൻ ഡി ആണ്, KN രാജ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1951 മുതൽ 1956 വരെയായിരുന്നു. ഹരോഡ് ഡോമർ മാതൃകയിലായിരുന്നു ഈ പദ്ധതി തയ്യാറാക്കിയത്. അടുത്തത്, ബംഗാളി പത്രമായ സംവാദ് കൗമുദിയുടെ ആദ്യ പത്രാധിപർ? ഓപ്ഷൻ എ ആണ്, രാജാറാം മോഹൻ റോയ്. ബംഗാളി പത്രമായ സംവാദ് കൗമുദിയുടെ ആദ്യ പത്രാധിപർ രാജാറാം മോഹൻ റോയ് ആണ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിരുന്നത്? ഓപ്ഷൻ എ ആണ്, തേജ് ബഹദൂർ സാപ്രു ആണ്. കേരളത്തിൽ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ മുഖ്യമന്ത്രി? ഓപ്ഷൻ ഡി ആണ്, R ശങ്കർ. കേരളത്തിൽ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ മുഖ്യമന്ത്രി R ശങ്കറാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഏറ്റവും കുറച്ച് കടൽത്തീരമുള്ള ജില്ല? ഓപ്ഷൻ എ ആണ്, മലപ്പുറം. ഈ ഓപ്ഷനിൽ ഏറ്റവും കുറച്ച് കടൽത്തീരമുള്ളത് മലപ്പുറമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 35ാമത് ദേശീയ ഗെയിംസിന് വേദിയായ സംസ്ഥാനം? ഓപ്ഷൻ എ ആണ്, കേരളം. ഇന്ത്യ ഗവൺമെൻറ് ആരുടെ ജന്മദിനമാണ് മാതൃസുരക്ഷാ ദിനമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്? ഇന്ത്യ ഗവൺമെൻറ് ആരുടെ ജന്മദിനമാണ് മാതൃസുരക്ഷാ ദിനമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്? ഓപ്ഷൻ സി ആണ്, കസ്തൂർബ ഗാന്ധി. മഹാത്മാഗാന്ധിയുടെ പത്നിയാണ്. അടുത്തത്, കേരളത്തിൽ ആദ്യത്തെ പേപ്പർ മിൽ സ്ഥാപിതമായത്? ഓപ്ഷൻ ഡി ആണ്, പുനലൂർ. കേരളത്തിൽ ആദ്യത്തെ പേപ്പർ മിൽ സ്ഥാപിതമായത് പുനലൂരിലാണ്, കൊല്ലം ജില്ലയിലാണ്. സംഘകാലഘട്ടത്തിൽ കുറിഞ്ചി എന്നത് ഏത് പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്നു? കുറിഞ്ചി എന്നത് പർവ്വതമാണ്, പർവ്വത പ്രദേശം. സംഘകാലഘട്ടത്തിൽ കുറിഞ്ചി എന്നത് ഏത് പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്നു? പർവ്വത പ്രദേശമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2016 ഓസ്ട്രിയൻ ഓപ്പൺ കിരീടം നേടിയ വനിത? ഓപ്ഷൻ സി ആണ്, ആഞ്ചലിക് കെർബർ. 2016 ഓസ്ട്രിയൻ ഓപ്പൺ കിരീടം നേടിയത് ആഞ്ചലിക് കെർബറാണ്. 2025 ഓസ്ട്രിയൻ ഓപ്പൺ കിരീടം നേടിയ വനിത മാഡിസൺ കീസ് ആണ്. അതും കൂടെ നോട്ട് ചെയ്തോളുക. രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? ഓപ്ഷൻ ബി ആണ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. അടുത്തത്, കേരളത്തിൽ സമത്വ സമാജം സ്ഥാപിച്ചത്? ഓപ്ഷൻ എ ആണ്, വൈകുണ്ഠസ്വാമികൾ. കേരളത്തിൽ സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പൃഥ്വിരാജ് ചൗഹാൻ്റെ ആസ്ഥാന കവി? ചന്ദ് ബർദായി ആണ്, ചന്ദ് ബർദായി. അടുത്തത്, ഇന്ത്യൻ രാസവ്യവസായത്തിൻ്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ രാസവ്യവസായത്തിൻ്റെ പിതാവ് ആരാണ്? ആചാര്യ PC റേ ആണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. അടുത്തത്,
നവജവാൻ ഭാരത സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ഭഗത് സിംഗ് ആണ്. നവജവാൻ ഭാരത സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ഭഗത് സിംഗ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2016 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്നൗ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത് ഓപ്ഷൻ ഡി ആണ് AC മജുംദാർ. അടുത്തത്, ഗുജറാത്ത് വിജയത്തിൻ്റെ പ്രതീകമായി അക്ബർ പണി കഴിപ്പിച്ച മന്ദിരം. ഗുജറാത്ത് വിജയത്തിൻ്റെ പ്രതീകമായി അക്ബർ പണി കഴിപ്പിച്ച മന്ദിരം. ഓപ്ഷൻ ഡി ആണ് ബുലന്ദ് ദർവാസ. ബുലന്ദ് ദർവാസ. അടുത്തത്, പ്രധാനമന്ത്രി റോസ്ഗാർ യോജന ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി. പ്രധാനമന്ത്രി റോസ്ഗാർ യോജന ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി 8ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. അതിൻ്റെ കാലയളവ് 1992 മുതൽ 1997 വരെയാണ്. 8ാം പഞ്ചവത്സരത്തിലെ കാലയളവ് 1992 മുതൽ 1997 വരെയാണ്. അടുത്തത്, ഒരു രാജ്യസഭാ അംഗത്തിൻ്റെ കാലാവധി എത്ര വർഷമാണ്? ഒരു രാജ്യസഭാ അംഗത്തിൻ്റെ കാലാവധി 6 വർഷമാണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത പ്രധാനമന്ത്രി. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. 1978 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മോഡൽ കണ്ടെത്തിയത് ആരാണ്? ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മോഡൽ കണ്ടെത്തിയത് JJ തോംസൺ ആണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. അടുത്തത്, മൂലകങ്ങളെ ത്രികങ്ങൾ എന്ന രീതിയിൽ വർഗീകരിച്ചത് ഓപ്ഷൻ ബി ആണ് JW ഡോബറൈനർ ആണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. അടുത്തത്, ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഒരു ഐസോട്ടോപ്പ് ഏത്? ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഒരു ഐസോട്ടോപ്പ് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഡ്യൂട്ടീരിയം. അടുത്തത്, ഏറ്റവും കൂടിയ വിശിഷ്ട താപധാരിതയുള്ള പദാർത്ഥം. ഓപ്ഷൻ എ ആണ് ജലം. ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ള പദാർത്ഥം ജലമാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസത്തിൻ്റെ പേര്. സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസത്തിൻ്റെ പേര് പ്രകീർണനമാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. മിൻറ്റിൻ്റെ സെറ്റിംഗ് സമയം നിയന്ത്രിക്കുന്നതിന് ഉപയോഗിക്കുന്ന രാസവസ്തുവായ ജിപ്സത്തിൻ്റെ ശരിയായ രാസസൂത്രം ഏതാണ്? ഓപ്ഷൻ ബി ആണ് CuSO4 2H2O. ഒരു കുതിരശക്തി എത്ര വാട്ടാണ്? 746 വാട്ടാണ്. ഒരു വൈദ്യുത ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏത്? ഒരു വൈദ്യുത ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏത്? യാന്ത്രികോർജം വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. യാന്ത്രികോർജം വൈദ്യുതോർജ്ജമായിട്ട് മാറ്റുന്നു. ആവൃത്തിയുടെ യൂണിറ്റ് ഹെർട്സ് ആണ്. ആവൃത്തിയുടെ യൂണിറ്റ് ഹെർട്സ്. ദ്രവ്യത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ്. ദ്രവ്യത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ്. ക്വസ്റ്റ്യൻ, വൈറസുകൾ കാരണമല്ലാതെ ഉണ്ടാകുന്ന രോഗം. ഇതിൽ സിഫിലിസ് ആണ് വൈറസ് മൂലമല്ലാതെ ഉണ്ടാകുന്ന രോഗം. സിഫിലിസ് എന്ന രോഗം ബാക്ടീരിയ മൂലമാണ് ഉണ്ടാകുന്നത്. മറ്റ് ഓപ്ഷനുകളായ സാർസ്, പന്നിപ്പനി, പേവിഷബാധയൊക്കെ വൈറസ് രോഗങ്ങളാണ്. അടുത്തത്, കേരളത്തിൽ ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അമ്പലവയലാണ്. കേരളത്തിൽ ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അമ്പലവയലാണ്, വയനാട് ജില്ലയിലാണ്. അടുത്തത്, ആൻറ്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മയിലെ പ്രോട്ടീൻ. ആൻറ്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മയിലെ പ്രോട്ടീനാണ് ഗ്ലോബുലിനാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. അടുത്തത്, കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നഗരം ഡൽഹിയാണ്. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും മലിനീകരണമായ നഗരം നിലവിൽ ഡൽഹിയാണ്. അടുത്തത്, വിറ്റാമിൻ B3 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം പെല്ലഗ്രയാണ്. വിറ്റാമിൻ B3 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം പെല്ലഗ്രയാണ്. രക്തസമ്മർദ്ദം, പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾ സ്വന്തം വീടുകളിൽ
സമയാസമയം പരിശോധിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി സ്വാന്തനമാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. കെരാറ്റോപ്ലാസ്റ്റി ശരീരത്തിലെ ഏത് അവയവവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയാണ്? ഓപ്ഷൻ സി ആണ് കണ്ണ്. അടുത്തത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല? എറണാകുളമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല എറണാകുളമാണ്. വിശപ്പ് അനുഭവപ്പെടാൻ സഹായിക്കുന്ന ഹോർമോൺ? വിശപ്പ് അനുഭവപ്പെടാൻ സഹായിക്കുന്ന ഹോർമോൺ ഗ്രലിനാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. മാരി കൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മാരി കൾച്ചർ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കടൽ മത്സ്യകൃഷിയാണ്. മാരി കൾച്ചർ കടൽ മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ടതാണ്.